ഹായ് ഹലോ നമസ്കാരം. സാധാരണ ഒരു ഫ്രാഞ്ചൈസി മൂവി എന്നുള്ളത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ഒരു വിഷ്വൽ എക്സ്ട്രാവഗൻസി ഉള്ള ഒരു പടം, അതല്ലെങ്കിൽ ഒരു ആക്ഷൻ മാസ്റ്റർ പീസ്, അല്ലെങ്കിൽ ഒരു മാസ് മസാല എന്റർടൈനർ, അതല്ലെങ്കിൽ സ്പൈ ത്രില്ലർ, സയൻസ് ഫിക്ഷൻ, ഇങ്ങനെയൊക്കെയുള്ള ഒരു പടങ്ങൾക്കാണ് നമ്മൾ ഈ ഫ്രാഞ്ചൈസി കൈൻഡ് ഓഫ് മൂഡ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതല്ലെങ്കിൽ ത്രില്ലർ പടങ്ങൾ, ഈവൻ ത്രില്ലർ പടങ്ങളിലും അത് സ്റ്റോറികളും സ്റ്റോറി സെൻസസും ഇൻവെസ്റ്റിഗേഷൻ പാറ്റേണും ഒക്കെ മാറുന്നു. ഒരു പുതിയ കേസ് വരുന്നു, അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നു, അങ്ങനെയുള്ള ഒരു തീമാണ് സാധാരണ വരുന്നത്. അങ്ങനെയാണ് CBI സീരീസ് വരുന്നതും ഹിറ്റ് സീരീസ് വരുന്നതും ഒക്കെ അങ്ങനെ ഒരു മൂഡിലാണ്. എന്നാൽ ഒരു സിമ്പിൾ ത്രെഡ്, ആ ത്രെഡിലേക്ക് ത്രില്ലർ ഇൻവോൾവ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റോറി, ആ സ്റ്റോറിക്ക് ഒരു കണ്ടിന്യൂറ്റി എന്ന പോലെ ഒരു ഒരു നമ്മൾ ബേസിക്കലി ആ സിനിമ തുടങ്ങുന്ന ആ വർഷം, അതിന് കഴിഞ്ഞ ശേഷമുള്ള പ്രോഗ്രഷൻ, ആ പ്രോഗ്രഷൻ കഴിഞ്ഞ ശേഷം വരുന്ന ആ കണ്ടിന്യൂറ്റി അതേപോലെ ക്യാരി ചെയ്തുകൊണ്ട് നമ്മളും ആ യാത്രയുടെ പങ്കാളികളാണ്, നമ്മളും ആ ഒരു സാധനം, നമ്മളുടെ ഇടയിൽ അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടെന്ന് നമ്മളെ വിശ്വസിപ്പിച്ച് ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു നെറേറ്റീവും ഒക്കെ ചേർന്നിരിക്കുന്നതാണ് ദൃശ്യം എന്ന സിനിമയുടെ, അല്ലെങ്കിൽ ദൃശ്യം എന്ന ഫ്രാഞ്ചൈസിയുടെ ഒരു പോസിറ്റീവ് ഘടകം എന്ന് പറയുന്നത്. ദൃശ്യം ആദ്യം ഇറങ്ങിയപ്പം ഇവരിതിനെ ഒരു ഫാമിലി പടമായിട്ടാണ് പ്രൊമോട്ട് ചെയ്തിരുന്നത്. അതിന്റെ പോസ്റ്റേഴ്സുകളിൽ അടക്കം ആ ഒരു ഫീൽ ഗുഡ് ഫീൽ ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ തിയേറ്ററിൽ വളരെ വ്യത്യസ്തമായ ഒരു അനുഭവവും ആരും എക്സ്പെക്ട് ചെയ്യാത്തൊരു അനുഭവം തന്നുകൊണ്ട് വളരെ മികച്ചൊരു സിനിമ, ദ ബിഗ്ഗസ്റ്റ് ബ്ലോക്ക് ബസ്റ്റർ ഓഫ് മലയാളം ഇൻഡസ്ട്രിയായി മാറിയൊരു സിനിമയായിരുന്നു ദൃശ്യം. അത് കഴിഞ്ഞ ശേഷം ദൃശ്യം 2 വരുന്നു. അൺഫോർച്ചുനേറ്റ്ലി കോവിഡും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ടും ചില കോൺട്രാക്ട്സ് കാരണങ്ങളും ഒക്കെയായി അത് OTT പടമായി മാറുന്നു. ഈവൻ ദോ ആ ഒരു സ്റ്റോറിയും മേക്കിങ്ങും കാര്യങ്ങളൊക്കെ OTT-യിലും വന്നപ്പോൾ ആൾക്കാർ വല്ലാതെ പ്രശംസിക്കുകയും അത് വല്ലാത്തൊരു എന്താ പറയാ ടോക്കായി മാറുകയും ചെയ്തായിരുന്നു. കാരണം അങ്ങനെ ഒരു പടത്തിന്, ദൃശ്യം പോലെ ഒരു പടത്തിന് ഒരു സെക്കൻഡ് പാർട്ട് എന്ന് പറയുമ്പോൾ ആദ്യം കേട്ടവരൊക്കെയും ഇൻക്ലൂഡിങ് മീ അതൊരു വേണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. കാരണം അത്രയും മികച്ച രീതിയിൽ അവസാനിച്ച ഒരു സിനിമയ്ക്ക് ഒരു സെക്കൻഡ് പാർട്ട്, അത് സാധാരണ അങ്ങനെ സംഭവിക്കുമ്പോൾ അത് സാധാരണ കൊളാവാറാണ് പതിവ്. അതിനൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് ഒരു അത്യാവശ്യം നല്ല ട്വിസ്റ്റ്, ടേൺസ്, സർപ്രൈസ് എലമെന്റ്സ് ഒക്കെ കൊണ്ട് ദൃശ്യം 2-ഉം നമുക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. ആ പടത്തിന്റെ ഒരു തേർഡ് ഇൻസ്റ്റാൾമെന്റ് ദൃശ്യം 3. ബേസിക്കലി ഒരു പതിഞ്ഞ താളത്തിൽ ദൃശ്യം ഫ്രാഞ്ചൈസിയിലുള്ള പടങ്ങൾ, ആദ്യത്തെ 2 പടങ്ങളെ പോലെ തന്നെ ഒരു പതിഞ്ഞ താളത്തിൽ ബേസിക് സെറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു കാര്യങ്ങളും മറ്റു കാര്യങ്ങളും ഇത്രയും വർഷത്തിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ, കാര്യങ്ങളൊക്കെ ഡിഫൈൻ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സിനിമ. ആ സിനിമയുടെ ക്യാരക്ടർ ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം അത്യാവശ്യം ഒരു നല്ല സർപ്രൈസിങ് ആൻഡ് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ഇന്റർവെൽ പഞ്ച്, അത് കഴിഞ്ഞ് ആ ഒരു ഇന്റർവെലിനെയും മറ്റു കാര്യങ്ങളെയും കൊണ്ടുപോകുന്ന ഒരു സെക്കൻഡ് ഹാഫ്, അത് കഴിഞ്ഞിട്ടുള്ള ആസ് യൂഷ്വൽ ക്ലൈമാക്സ്. ദ ക്ലൈമാക്സ് ഇസ് യൂഷ്വലി ദ പോസിറ്റീവ് പാർട്ട് ഓഫ് ദൃശ്യം. അതിപ്പം ദൃശ്യം 1-ലാണെങ്കിൽ ത്രൂ ഔട്ട് ദ മൂവി വേറെ ലെവലായിരുന്നു. ദൃശ്യം 2-ൽ ക്ലൈമാക്സ് ആണ് മൊത്തം പടത്തിനെയും പിടിച്ചു നിർത്തുന്നത്. അതേ ടെംപ്ലേറ്റ് തന്നെയാണ് ദൃശ്യം 3-ലും എടുത്തിരിക്കുന്നത്. ടു ബി ഫ്രാങ്ക്, ആ ഒരു നോർമൽ ആയിരിക്കുന്ന ജോർജ് കുട്ടി കുടുംബത്തിന്റെ കാര്യങ്ങളും അവരുടെ ആ ഒരു ഗ്രോത്തും കാര്യങ്ങളും പ്ലാനുകളും എന്തൊക്കെയാണ് അവരുടെ ലൈഫിൽ നടക്കുന്നത് എന്നുള്ളതും ഇതൊക്കെ കൊണ്ടുപോകുന്ന ഒരു സിനിമ നമ്മളെ വളരെ എൻഗേജിങ് ആയി കൊണ്ടുപോകുന്ന ഒരു ഫസ്റ്റ് ഹാഫ്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു നല്ലൊരു സർപ്രൈസിങ് ആയിരിക്കുന്ന ഒരു ഇന്റർവെല്ലിൽ എത്തിക്കുന്നു. അത് കഴിഞ്ഞ ശേഷം അതിന്റെ ഒരു കൺഫ്യൂഷനും കാര്യങ്ങളും ഒക്കെയും ഡീകോഡ് ചെയ്ത് സെക്കൻഡ് ഹാഫ് അതിന്റെ എല്ലാത്തിനും ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുന്ന പോലെയുള്ള, അല്ലെങ്കിൽ ആ ഒരു തോട്ട് പ്രോസസ്സിനെ മൊത്തത്തിൽ അലൈൻ ചെയ്തുകൊണ്ട് നമ്മളെ മുമ്പിലേക്ക് ആ സർപ്രൈസും ട്വിസ്റ്റും ഒക്കെ എത്തിക്കുന്ന ആ ഒരു ക്ലൈമാക്സും എക്സ്റ്റൻഡഡ് ക്ലൈമാക്സ് പോർഷനും മൊത്തം തിയേറ്ററും ആ ഒരു പോർഷനും ക്യാരക്ടർ ഇൻട്രൊഡക്ഷൻസും ഒക്കെ കൊണ്ട് അങ്ങ് ആർപ്പ് വിളിച്ച് എൻജോയ് ചെയ്ത പടം. ചില ആക്ഷൻ സീക്വൻസ് പോലും ഇല്ലാതെ ചില പ്രസൻസ്, ചില ഷോട്ടുകൾ, ചില ക്യാരക്ടറിന്റെ എൻട്രികൾക്ക് പോലും വിസിലും ആർപ്പു വിളികളുമായിരുന്നു. അതാണ് ദൃശ്യം എന്നുള്ള ആ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ഗുഡ് വിൽ എന്ന് പറയുന്നത്. ഡെഫിനറ്റ്ലി കാസ്റ്റ് വൈസ് നോക്കുവാണെങ്കിൽ പെർഫോമൻസ് വൈസ് എവ്രി വൺ ഡിഡ് ദെയർ ജോബ് പ്രിറ്റി ഗുഡ്. അതിപ്പം ലാലേട്ടൻ പൊളിച്ചടുക്കിയിട്ടുണ്ട്. ഓഫ് കോഴ്സ്, ഹാപ്പി ബർത്ത്ഡേ ലാലേട്ട. സോ ലാലേട്ടന്റെ ആ ഒരു പെർഫോമൻസ് ആർക്കുകൾ കാര്യങ്ങളൊക്കെ, ലാലേട്ടന്റെ അഭിനയം എവിടെയൊക്കെയോ പോയി നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ സകല ക്രിറ്റിസിസത്തിനെ എടുത്ത് സൈഡിലേക്ക് വെക്കാം. ആ ക്യാരക്ടറിനെ ജോർജ് കുട്ടിയായിട്ടുള്ള ഒരുപാട് ഇമോഷൻസ്, കാര്യങ്ങൾ, കൺഫ്യൂഷൻ, സ്പീഡ്, ഭയം, ടെൻഷൻ, ഇതൊക്കെയും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ലാലേട്ടൻ സ്ക്രീനിൽ പുൾ ഓഫ് ചെയ്തിട്ടുണ്ട്. അത് ലാലേട്ടനാണ് സ്ക്രീനിൽ പുൾ ഓഫ് ചെയ്തത് കൊണ്ട് നമുക്കത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. സോ ആ പെർഫോമൻസ് ആർക്കുകളും ത്രൂ ഔട്ട് ആ ഒരു കൺഫ്യൂഷൻ, ആങ്കർ, എല്ലാത്തിനെയും എല്ലാ ഇമോഷൻസിനെയും ആസ് യൂഷ്വൽ ലാലേട്ടൻ പൊളിച്ചടുക്കിയിട്ടുണ്ട്. ആൻഡ് ഫാമിലി ആയിട്ട് വന്നിരിക്കുന്നത് എസ്തർ ആയിക്കോട്ടെ, മീനയുടെ ക്യാരക്ടർ ആയിക്കോട്ടെ, അൻസിബയുടെ ക്യാരക്ടർ ആയിക്കോട്ടെ, അവരൊക്കെ അവരുടെ ക്യാരക്ടർ റോളുകൾക്കുള്ള ആ ഒരു പെർഫോമൻസ് എന്താണോ
ഡെഫിനറ്റ്ലി അത് ഡെലിവർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൽ ബാക്കിയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, ആക്ടേഴ്സ് ഉണ്ട്, അവരുടെ ഇൻവോൾവ്മെന്റ് ഉണ്ട്, അതൊക്കെ പറയാൻ പോയ സ്പോയിലർ ആയിപ്പോൾ. ബട്ട് കാസ്റ്റിന്റെ പെർഫോമൻസ് കൊണ്ട് ഒരു സർപ്രൈസും കാര്യങ്ങളും ഒക്കെ കൊണ്ട് പൊളിച്ചടുക്കിയിട്ടുണ്ട്. ത്രൂ ഔട്ട് വേറെ ലെവലായിരുന്നു പെർഫോമൻസ്. എനിക്ക് പേഴ്സണലി ഇതിന്റെ സ്റ്റോറി അല്ലെങ്കിൽ സ്ക്രിപ്റ്റിലേക്ക് കടന്നപ്പോ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു കണ്ടിന്യൂറ്റി ആയിട്ട് കാണേണ്ട ഒരു പടമാണ്. ബേസിക്കലി നിങ്ങൾ എല്ലാ പടങ്ങളും ഇതിനെ ദൃശ്യം 3 കാണുന്നതിനേക്കാളും ദൃശ്യം 1 and 2 പോയി കാണണം എന്നല്ല പറയുന്നത്. ബട്ട് അതിലെ ഇവന്റുകൾ, അതിന്റെ കാര്യങ്ങൾ, അതിന്റെ സ്റ്റോറി ലൈൻ ഓർമ്മയിൽ ഉണ്ടെങ്കിൽ, അത് നിങ്ങൾക്ക് റീകോൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ദെൻ ദൃശ്യം 3 ക്യാൻ ഗീവ് എ ലോട്ട് ഓഫ് ക്ലാരിറ്റീസ് ആൻഡ് മീനിങ് ടു ഇറ്റ്. അതല്ലാതെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ദൃശ്യം 2-ല്, എസ്പെഷ്യലി ദൃശ്യം 2-ലെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മറന്നിട്ടുണ്ടെങ്കിൽ ദൃശ്യം 3-ലെ ചില കണക്ടിവിറ്റീസും ചില കാര്യങ്ങളും നിങ്ങൾക്ക് ചിലപ്പോൾ കണക്ട് ആവില്ല. അത് കുറച്ചും കൂടി സമയം എടുക്കും പ്രോസസ് ആവാൻ. സോ ബേസിക്കലി നിങ്ങൾ ആ ഒരു കണ്ടിന്യൂറ്റിയോട് കൂടി, ആ ഒരു മൊത്തം സ്റ്റോറിയുടെ കണ്ടിന്യൂറ്റിയോട് കൂടി തന്നെ ഈ ഒരു സ്റ്റോറിനെയും കാണണം, ഈ ഒരു സിനിമയും കാണണം. ഇതിന്റെ ത്രെഡ് തന്നെ കിടക്കുന്നത് ആ ഒരു സ്റ്റോറി, ഫസ്റ്റ് പാർട്ടിൽ ആ സ്റ്റോറി ഫ്രം ദ ഷോർട്ട് 1 ടിൽ കണ്ടിന്യൂറ്റി ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്ന ഒരു സ്റ്റോറി. സോ അതിൽ എവിടെയെങ്കിലും ഒരു മിസ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഈ സിനിമ അനുഭവത്തെ ബാധിക്കും. നിങ്ങൾ അത് കൺസിഡർ ചെയ്തിട്ട് ഈ സിനിമയ്ക്ക് പോകുന്നതായിരിക്കും നല്ലത്. സോ അങ്ങനെ ഒരു കണ്ടിന്യൂറ്റി ഉള്ള ഒരു സ്റ്റോറി അതിനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രസന്റ് ചെയ്തിരിക്കുന്നു. ഓഫ് കോഴ്സ് ചില പാർട്ടിൽ, ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് പാർട്ടിലെ ചില ഏരിയസിലൊക്കെ ചെറിയ അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ട്. പക്ഷേ ആ കണ്ടിന്യൂറ്റിയോട് കൂടി കാണുവാണെങ്കിൽ നിങ്ങൾക്ക് അത് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇതൊരു സ്റ്റാൻഡ് അലോൺ പടമായിട്ടാണ് നിങ്ങൾ കാണുന്നത്. ദൃശ്യം 3 ഒരു സ്റ്റാൻഡ് അലോൺ പടമായിട്ട് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ വർക്ക് ആവാണ്ട് പോകും. ഒരുപാട് കാര്യങ്ങൾ കണക്ട് ആവാണ്ടും വർക്ക് ആവാണ്ടും ആ ഒരു ഗൂസ് ബംസോ അല്ലെങ്കിൽ ആ ഒരു എക്സ്പെക്ടേഷനോ ആ ഒരു സർപ്രൈസ് എലമെന്റ്സോ അതൊന്നും ചിലപ്പോൾ ആ ഒരു മൊമെന്റിൽ കിട്ടിയെന്ന് വരില്ല. എന്നാൽ ഈ ഒരു സ്റ്റോറിനെ, എൻറ്റയർ ഫ്രാഞ്ചൈസിന് ഒരു കണ്ടിന്യൂറ്റി പ്രോസസ്സിൽ നിങ്ങൾക്ക് അത് എടുക്കാൻ പറ്റുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈച്ച് മൊമെന്റിലും നിങ്ങൾക്ക് ആ ഒരു എലമെന്റും സർപ്രൈസ് കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അതല്ലെങ്കിൽ ആ ഒരു ഷോട്ടുകൾ, ആ ഒരു കാര്യങ്ങൾ ഒക്കെയും സ്ലിപ്പ് ഔട്ട് ആയി പോകും. നിങ്ങൾക്ക് അത് അത്രയും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അത് വല്ലാത്തൊരു ഡൗൺ ആയിട്ട് ഫീൽ ചെയ്യും എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ബട്ട് ഇറ്റ് ക്യാൻ ചേഞ്ച്. ആൻഡ് ആസ് ഡയറക്റ്റഡ് ബൈ ജിത്തു ജോസഫ്. ജിത്തുവിന്റെ കയ്യിലുള്ള വെടിമരുന്നുകളൊക്കെ തീർന്നു എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് എനിക്ക് തോന്നിയത് ഈ പടം കണ്ടപ്പോൾ. പ്രേക്ഷകനെ ലാലേട്ടനെ വെച്ചുകൊണ്ട് എങ്ങനെ പ്രസന്റ് ചെയ്യണം എന്നുള്ളതിന്റെ ഒരു ഏകദേശ ധാരണ ജിത്തു ജോസഫിനുണ്ട്. അത് നല്ല രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. കോമിക് എലമെന്റ് ആയിക്കോട്ടെ, അതിന്റെ ചില സർപ്രൈസിങ് എലമെന്റ് ആയിക്കോട്ടെ, ചില ഷോർട്ട് സെലക്ഷൻസ് ആയിക്കോട്ടെ, പ്രസന്റേഷൻ ചെയ്തിരിക്കുന്ന രീതി ആയിക്കോട്ടെ, അതൊക്കെ വളരെ രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ആസ് ലാലേട്ടന്റെ ഷോൾഡറിലാണ് ഈ പടം മൂവ് ചെയ്യുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈവൻ ദ സ്റ്റോറി ആൻഡ് സ്ക്രിപ്റ്റ് ഈസ് ഈക്വലി ഇമ്പോർട്ടന്റ്, ബട്ട് ആ ഒരു ക്യാരക്ടറിന്റെ, ബേസിക്കലി ആ ഒരു ക്യാരക്ടറിന്റെ ആ ഒരു ഷോൾഡർ ഏന്തിയിട്ടാണ് ഈ സിനിമ വല്ലാതെ അങ്ങ് പിടിച്ചു നിൽക്കുന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ക്യാരക്ടറിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസും കാര്യങ്ങളും ഒക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഭയങ്കര നൈസ് ആയിട്ടും പ്രസന്റ് ചെയ്തിട്ടുണ്ട്. സോ ഇൻ ദാറ്റ് സെൻസ് ജിത്തു ജോസഫ് ആസ് ഐ പേഴ്സണലി ഫീൽ ലൈക്ക് ഹി പുൾഡ് ഇറ്റ് ഓഫ്. It definitely pulled it off for a third sequence ഫോർ എ സക്സസ്ഫുൾ ഫ്രാഞ്ചൈസ് എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നു. കാരണം ഇങ്ങനെ ഒരു പടത്തിന് ഒരു 3ാം ഭാഗം എടുക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. ആ ഒരു സ്റ്റോറി എഴുതി, സ്ക്രിപ്റ്റ് സെലക്ട് കറക്റ്റ് ആക്കി, അതിന് ഡയറക്ഷൻ ചെയ്ത്, അതിനെ ഒരു നല്ല സിനിമയാക്കി, വളരെ ക്യൂരിയോസിറ്റിയോടെ കൂടിയും ഒരു ദൃശ്യം എന്ന് നമുക്ക് എന്താണോ മനസ്സിലാ സിനിമയെ കുറിച്ച് എക്സ്പെക്ടേഷൻ വരുന്നത്, അതിനെ പുൾ ഓഫ് ചെയ്തുകൊണ്ട് ഒരു സിനിമ എടുക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ പുൾ ഓഫ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഡെഫിനറ്റ്ലി ആ ഒരു പ്രൊമോഷനിൽ പറഞ്ഞതുപോലെ തന്നെ ഇതിലൊരു ഇമോഷൻ സയൻസ് വല്ലാതെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. എല്ലാ ക്യാരക്ടേഴ്സിന്റെ, 2 ഫാമിലിയുടെയും അവരുടെ ഇൻവോൾവ്മെന്റും അവരുടെ ഒരു ഇമോഷൻ ആർക്കുകളും ആ ഒരു ഇമോഷൻ കാര്യങ്ങളൊക്കെ അതിൻ്റെതായ ഒരു ഇമ്പോർട്ടൻസ് ഈ സിനിമയിൽ കൊടുത്തിട്ടുണ്ട്. അത് ത്രൂ ഔട്ട് വിസിബിളും ആണ്. ആ മൂമെന്റ്സിൽ വരുന്ന മ്യൂസിക് കമ്പോസിഷൻ എനിക്ക് അത്യാവശ്യം ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചില സമയങ്ങളിൽ ഒരു മ്യൂസിക് ഷിഫ്റ്റ് ഉണ്ട്, ഒരു മ്യൂസിക് ഇമോഷനിൽ നിന്ന് ക്യൂരിയോസിറ്റിയിലേക്കും ഇമോഷനിൽ നിന്ന് സർപ്രൈസിലേക്കൊക്കെ ഉള്ള ഒരു മ്യൂസിക്കിന്റെ ഷിഫ്റ്റിംഗ് ഉണ്ട്. ആ ഷിഫ്റ്റിംഗ് എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ ശേഷം ഇതിന്റെ ക്ലൈമാക്സ് പോർഷനിലെ പരിപാടികൾ, കാര്യങ്ങൾ, അതിന്റെ ഒരു സെറ്റപ്പ്, അതൊക്കെ ഭയങ്കരമായിട്ട് ഞാൻ കംപ്ലീറ്റ്ലി ഭയങ്കര എൻജോയ് ചെയ്തു. ഞാൻ മാത്രമല്ല, തിയേറ്ററിലുള്ള എല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്തു. നമ്മൾ കൈയടിച്ച് ആഘോഷമാക്കിയിട്ടായിരുന്നു പടത്തിൽ നിന്ന് ഇറങ്ങി വന്നത്. ദൃശ്യം 1, ദൃശ്യം 2, ദൃശ്യം 3 ആ ഒരു കണ്ടിന്യൂറ്റിയോട് കൂടി നിങ്ങൾ ഈ സിനിമയെ അപ്രോച്ച് ചെയ്താൽ ഡെഫിനറ്റ്ലി ഈ സിനിമ നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യും. And definitely do watch it in theater. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ do like, share and subscribe. നിങ്ങളുടെ അഭിപ്രായം കമന്റ് പറയുക. താങ്ക് യു സോ മച്ച്.